ചെമ്മനീർപ്പൂവിൻ്റെ നാളത്തെ കഥയാണ് കേട്ടോ പറയുന്നത്. സച്ചിയുടെ രേവതിയുടെ വിവാഹ വാർഷികം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അച്ചമ്മ ചന്ദ്രോദയത്തിലേക്ക് വരുന്നുണ്ട്. അച്ചമ്മയെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ഓടിച്ചെന്ന് എടുത്ത് കറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അച്ചമ്മയാണെന്നുണ്ടെങ്കിൽ സച്ചിനെ രേവതിനെയൊക്കെ അനുഗ്രഹിക്കുന്നുണ്ട്. അടുത്ത വർഷം നിങ്ങൾ 3 പേര് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കുഞ്ഞുകൂടി വേണമെന്ന് അച്ചമ്മ പറയുന്നത് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതിക്കൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല. കാരണം ആദ്യം ശ്രുതിക്കും കുഞ്ഞ് വേണമെന്നാണ് ചന്ദ്രമതി ആഗ്രഹിക്കുന്നത്. അപ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ അത്. അന്നേരം അച്ചമ്മ പറയുന്നുണ്ട്, ആർക്ക് ആദ്യം കുഞ്ഞ് പറഞ്ഞാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതിക്ക് സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ വിവാഹ വാർഷികത്തിൻ്റെ. അങ്ങനെ അച്ഛമ്മ പറയുന്നുണ്ട്, നിങ്ങൾ രേവതിയുടെ വീട്ടിൽ പോയിട്ട് രേവതിയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങണമെന്ന് പറയുകയാണ്. അങ്ങനെ അവർ നേരെ രേവതിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ സച്ചി ചെല്ലുന്ന സമയത്ത് അവർക്ക് സ്വീറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് രേവതിയുടെ അമ്മ. സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഷർട്ട് വാങ്ങി തന്നത് ശരത്താന്നുള്ള കാര്യം സച്ചി അറിയുന്നത് കേട്ടോ. അത് വെക്കുമ്പോഴത്തേക്ക് സച്ചിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് ആ ഷർട്ടൊക്കെ അവിടെ ഊരിയിട്ട് അവിടെ ബഹളം വെച്ചിട്ട് നേരെ കാറിൽ കയറി അങ്ങ് പോവുകയാണ്. അങ്ങനെ രേവതി പറയുന്നുണ്ട്, എന്തിനാ സച്ചിയേട്ടാ ഇത്രയും ദേഷ്യപ്പെട്ട് ഇങ്ങനെ വണ്ടി ഓടിക്കുന്നതൊക്കെ എന്തിനാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ സച്ചി തന്നെ വഴിയിൽ ഇറങ്ങിയിട്ട് ഒരു കടയിൽ കയറി ഷർട്ടൊക്കെ വാങ്ങുന്നുണ്ട്. വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ വീട്ടിലാകെ ജോലിയെടുത്ത് തളർന്നിരിക്കുകയാണ്. അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതിയെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കുന്നത്. അന്നേരം ശ്രുതിയൊക്കെ വരുമ്പോൾ പറയുന്നുണ്ട്, ഓ ഇനി ഈ അമ്മ പോകുന്ന വരെ ഞാൻ തന്നെയായിരിക്കും ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യേണ്ടി വരുന്നത്, രേവതിയെ കൊണ്ടൊന്നും ചെയ്യിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ആ സമയത്താണ് സച്ചി രേവതിയും കൂടെ അകത്തേക്ക് വരുന്നത്. അപ്പോൾ ചന്ദ്രമതി ശ്രുതിയൊക്കെ പറയുന്നുണ്ട്, സച്ചി രാവിലെ ഈ ഷർട്ട് അല്ലായിരുന്നല്ലോ ഇട്ടിരുന്നത്, വേറെ ഷർട്ട് അല്ലായിരുന്നോ, ഇതെന്താ ഇപ്പം പെട്ടെന്ന് മാറിയതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അച്ഛമ്മയും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പോയിട്ട് ഇത്രയും നേരത്തെ വന്നോ? അത് പോയി സംസാരിച്ചു കണ്ടു ഇങ്ങ് പോരുന്ന അച്ഛമ്മയെന്ന് നമ്മളുടെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛമ്മയും ചോദിക്കുന്നുണ്ട്, രാവിലെ നീ ഈ ഷർട്ട് അല്ലായിരുന്നല്ലോ ഇട്ടിരുന്നത്, ഇതിപ്പോൾ എന്ത് പറ്റി പെട്ടെന്ന് ഷർട്ട് മാറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ അവർ എന്ത് മറുപടി പറയണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിനകത്ത് വരാനായിട്ടിരിക്കുന്നത്.